ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങ് എടുത്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇച്ചിരി വലുപ്പമുള്ള ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. ഞാൻ ഉപ്പുവെള്ളത്തിലൊന്നും ഇടുന്നില്ല. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് വെച്ചിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ്സിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല കഴിക്കാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ആ ടേസ്റ്റ് തന്നെയാണ് ഫ്രഞ്ച് ഫ്രൈസിന്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ തൊലി കളയാനായിട്ട് നോക്കാം. ഉരുളൻകിഴങ്ങിൻ്റെ തൊലി എങ്ങനെ വേണമെങ്കിലും കളയാം കേട്ടോ. ജസ്റ്റ് ഒരു കത്തി എടുത്തിട്ട് ചെത്തി കളയാം, അല്ലെങ്കിൽ പിന്നെ പീലർ വെച്ചിട്ട് ഇതുപോലെ പീൽ ചെയ്ത് കളയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഏകദേശം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്നാക്കായിരിക്കും അല്ലേ ഫ്രഞ്ച് ഫ്രൈസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഉണ്ണികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയെന്ന് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് എല്ലാതും തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് എല്ലാതും തൊലി ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇത് കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടില്ല. അതുപോലത്തെ കഷ്ണങ്ങളാക്കണമെങ്കിൽ അതിനനുസരിച്ച് അരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും നോക്കണില്ല. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ എടുക്കുമ്പോൾ ഇച്ചിരി തിക്കായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, അപ്പം ഞാൻ ഈ ഒരു തിക്കിലാണ് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുന്നത് ഓരോ കഷ്ണങ്ങളും. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനിയിപ്പോൾ കറക്റ്റ് ആ ഭംഗിയിൽ അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്ത് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ കറക്റ്റ് സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഉരുളൻകിഴങ്ങ് എല്ലാതും കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ എല്ലാ ഉരുളൻകിഴങ്ങും അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ്, പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഞാൻ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെന്നില്ല, ഡയറക്റ്റ് എടുത്ത് ഫ്രൈ ചെയ്യാണ്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഓയിലുള്ള വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് വരുന്ന ടൈമിൽ നമുക്കിത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ നോക്കുകയാണ്.
അപ്പോൾ ഇതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്രഞ്ച് ഫ്രൈസും കൂടിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇതിന്ന് കഴിച്ച് നോക്കി നോക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് ഞെങ്ങാനും ഉണ്ടോ ഇല്ലയോ നമുക്കറിയണ്ടേ. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നമുക്കറിയാലോ ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ എത്ര വേണം എന്നൊക്കെ നമുക്കൊരു കണക്കുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, ജസ്റ്റ് ഒരു പിഞ്ച് മുളക് പൊടി കയ്യിലെടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തില്ലേ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും കറക്റ്റ് ആ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിതിൽ ഉപ്പ് വെള്ളത്തിലൊന്നും ഇടുന്നില്ല. എന്നാലും ക്രിസ്പിനെസ്സിന് ഒരു കുറവുമില്ല കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ വട്ടം ഉപ്പിട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ വട്ടം ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. എന്നിട്ട് എത്ര ഉപ്പ് വേണം എന്നനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.